തിരുവനന്തപുരത്ത് അമ്മയെ മകൻ കഴുത്തറുത്തു കൊന്നു. തിരുവനന്തപുരം കല്ലിയൂരിലാണ് ക്രൂരമായ സംഭവം നടന്നത്. കഴുത്തറുത്തത് കുപ്പിച്ചിൽ കൊണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 74-കാരിയായ വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ശാലിനി തുടരുകയാണ്. ശാലിനി, എന്തായിരുന്നു ഈ അതിക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ? കാരണം രാഖി, കൊലപാതകത്തിലേക്ക് നയിച്ചുള്ള കാരണം എന്താണെന്ന് നിലവിൽ ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. എങ്കിൽ പോലും മദ്യപാനത്തിന് ശേഷമുള്ള തർക്കങ്ങൾ, അതിലുണ്ടായ പ്രകോപനമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നടന്നത് എന്നുള്ളതാണ്. തലസ്ഥാന നഗരം ഇന്ന് ഉണരുന്നത് ഈ വാർത്ത കേട്ടിട്ടാണ്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം കല്ലിയൂരിലെ ഈ ഒരു കൊലപാതകം നടക്കുന്നത്. 74 വയസ്സുകാരിയായ വിജയകുമാരിയാണ് അവരുടെ 3 ആൺമക്കളിൽ ഒരാളായ അജയ്കുമാർ അതിദാരുണമായി കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി ആ വീട്ടിൽ ഇരുവരും മാത്രമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. അതേ കുടിച്ചിട്ട് വന്നു അജയ്കുമാർ. അതിനുശേഷം ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി. പലതവണ അമ്മ താക്കീത് കൊടുത്തു. അതിനുശേഷം അമ്മയെ മർദ്ദിച്ചതിന് ശേഷം അമ്മയെ കീഴ്പ്പെടുത്തി കയ്യിൽ കരുതിയിരുന്ന കത്തി, അതായത് ആദ്യം കുപ്പിച്ചിൽ ഉപയോഗിച്ച് കഴുത്ത് അറക്കാനുള്ള ശ്രമം നടത്തി. അതിനുശേഷം കയ്യിൽ കരുതിയ കത്തിയെടുത്ത് അമ്മയെ കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. നിരന്തരം ആ വീട്ടിൽ ഈ മദ്യപാനത്തിനെ തുടർന്നുള്ള തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു ബഹളമാണ് എന്ന് കരുതി നാട്ടുകാരും തന്നെ അധികം നോക്കിയിരുന്നില്ല. പിന്നീടാണ് ഇളയ മകൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പുറത്ത് ജോലിയാണ്. അദ്ദേഹം CCTVയിലൂടെ സംഭവം കണ്ടതിന് ശേഷം സമീപവാസിയെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ സമീപവാസികൾ വീട്ടിലെത്തി മതിലിനുള്ളിൽ കടക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് അജയ്കുമാർ തടയുകയായിരുന്നു. വലിയ രീതിയിൽ നാട്ടുകാരെ അടക്കം ആക്രമിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തി. അതിനുശേഷം ഈ കൊലപാതകം പൂർത്തീകരിച്ച് മദ്യം ഉപയോഗിച്ച് തന്നെ അമ്മയെ കത്തിക്കാനുള്ള ശ്രമങ്ങളും അജയ്കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് അത് ഉണ്ടായില്ല. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. നേമം പോലീസ് രാത്രി തന്നെ എത്തുകയും ഈ സംഭവ സ്ഥലത്ത് നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. അജയ്കുമാർ ഇപ്പോൾ നേമം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പോലീസ് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഒരു 11 മണിയോടുകൂടി പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മറ്റ് ബന്ധുക്കൾ, മറ്റ് 2 ആൺമക്കളുണ്ട്, അവരുടെ കുടുംബമുണ്ട്. അവർ വന്നതിന് ശേഷം മാത്രമായിരിക്കും മൃതദേഹം വിട്ടു നൽകുക എന്നുള്ളതാണ്. എന്തായാലും കൊലപാതകത്തിന് നിലവിൽ കേസെടുത്തിരിക്കുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് കൊലപാതക കാരണമെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അജയ്കുമാറും വിജയകുമാരിയും മാത്രമായിരുന്നു വീട്ടിൽ താമസിക്കാറുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ മദ്യപാനം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ കുടുംബം മാറി താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും റിട്ടയർഡ് ജീവനക്കാരാണ് രണ്ടുപേരും. അജയ്കുമാർ കസ്റ്റംസ് ജീവനക്കാരനാണ്. ഒപ്പം തന്നെ അമ്മ വിജയകുമാരി മുൻ സർക്കാർ ജീവനക്കാരിയാണ്. വിരമിച്ചതിന് ശേഷം ഇവർ അവിടെ താമസിക്കുകയായിരുന്നു. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. എന്തായാലും മകൻ അമ്മയെ കഴുത്തറുത്ത് കൊന്നു എന്നുള്ള സംഭവത്തിൽ ഇപ്പോൾ മകൻ കസ്റ്റഡിയിലാണ് നേമം പോലീസിന്റെ. തിരുവനന്തപുരത്താണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. അമ്മയെ മകൻ കഴുത്തറുത്ത് കൊന്നു. എന്തായാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. എന്താണ് ഈ കൊലപാതക കാരണം എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ശാലിനിയാണ് സംഭവസ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. PMC പദ്ധതിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ സാധിക്കില്ല. പിന്മാറിയാൽ SSA ഫണ്ട് അടക്കം നിലയ്ക്കും. കേരളത്തിന്റെ തീരുമാനം കേന്ദ്ര സർക്കാർ വിശദമായി തന്നെ ചർച്ച ചെയ്യും. വിവരങ്ങളുമായി